അസ്സലാം വലൈക്കും. 2027 പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി സംസ്ഥാന ഹജ്ജ് ഇൻസ്പെക്ടർമാരെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ പുതിയ സർക്കുലർ വന്നിട്ടുണ്ട്. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി 11/8/2026 പുറത്തിറക്കിയ സർക്കുലർ നമ്പർ 7 പറയുന്നത് പ്രകാരം 2027 ഹജ്ജ് കർമ്മത്തിന് സൗദി അറേബ്യയിൽ ഹ്രസ്വകാല ഡെപ്യൂട്ടേഷനിൽ SHIമാരായി നിയമിക്കുന്നതിനു വേണ്ടി സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള യോഗ്യരായ സ്ഥിരം സർക്കാർ ജീവനക്കാരിൽ നിന്ന് ഓൺലൈനായി അപേക്ഷകൾ ക്ഷണിക്കുകയാണ്. ഇതിൻ്റെ വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഡെപ്യൂട്ടേഷൻ കാലാവധി 2027 ഹജ്ജ് പ്രവർത്തന കാലയളവിൽ ഏകദേശം 2 മാസം ആയിരിക്കും. താൽക്കാലികമായി ഇത് 3/4/2027 മുതൽ 25/6/2027 വരെ ആയിരിക്കും എന്നാണ് മനസ്സിലാവുന്നത്. ഇത് ഡ്യൂട്ടിയായി കണക്കാക്കുന്നതായിരിക്കും. ഈ കാലയളവിൽ അവർക്ക് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ശമ്പളവും അലവൻസുകളും ലഭിക്കുന്നതായിരിക്കും. SHIമാർ അവർക്ക് അനുവദിച്ച തീർത്ഥാടകരോടൊപ്പം അതാത് എംബാർക്കേഷൻ പോയിന്റിൽ നിന്ന് സൗദി അറേബ്യയിലേക്കും തിരിച്ചും യാത്ര ചെയ്യേണ്ടതാണ്. അവർക്ക് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും തിരിച്ചുമുള്ള യാത്രാ സൗകര്യം, മക്കയിലും മദീനയിലും താമസ സൗകര്യം, സൗദി അറേബ്യക്കുള്ളിൽ തീർത്ഥാടകർക്ക് നൽകുന്നത് പോലെയുള്ള ആവശ്യ ഗതാഗത സൗകര്യങ്ങൾ കൂടാതെ 3100 സൗദി റിയാൽ നിശ്ചിത അലവൻസായി ലഭിക്കുകയും ചെയ്യും. കമ്പ്യൂട്ടർ അധിഷ്ഠിത ടെസ്റ്റ് അല്ലെങ്കിൽ CBT, ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് കൂടാതെ മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എന്നിവ നടത്തിയായിരിക്കും SHIമാരെ തിരഞ്ഞെടുക്കുന്നത്. മുസ്ലിം ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. അപേക്ഷകൻ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാരുകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, അർദ്ധ സൈനിക വിഭാഗങ്ങൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ സ്ഥിരം ജീവനക്കാർ ആയിരിക്കണം. എന്നാൽ കേന്ദ്ര സർക്കാരിലെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിലെ ഗ്രൂപ്പ് A ക്ലാസ് തസ്തികകളിലോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ളതോ ആയ ജീവനക്കാർക്ക് അപേക്ഷിക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അപേക്ഷകൻ ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ബിരുദം നേടിയിരിക്കണം. കൂടാതെ ഓൺലൈൻ അപേക്ഷ ആരംഭിക്കുന്ന തീയതിയിൽ പ്രായം 50 വയസ്സിൽ കവിയരുത്. അപേക്ഷകന് 31/12/2027 വരെയെങ്കിലും കാലാവധിയുള്ള പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. അപേക്ഷകന് ഇംഗ്ലീഷ്, ഉറുദു കൂടാതെ ഹിന്ദി അല്ലെങ്കിൽ പ്രാദേശിക ഭാഷകളിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം. അറബി ഭാഷ അറിയുന്നവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. അപേക്ഷകൻ ശാരീരികവും മാനസികവുമായി യോഗ്യനായിരിക്കണം. കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ഹജ്ജ് സുവിധ ആപ്പ് കൈകാര്യം ചെയ്യാൻ അറിവുള്ളവനായിരിക്കണം. അപേക്ഷകന് ഹജ്ജ് കർമ്മങ്ങളെക്കുറിച്ചും ലോജിസ്റ്റിക്സിനെക്കുറിച്ചും മതിയായ അറിവുണ്ടായിരിക്കണം. കൂടാതെ വലിയ ജനക്കൂട്ടത്തെ ഫലപ്രദമായി അഭിസംബോധന ചെയ്യാനും നയിക്കാനും കഴിവുള്ളവനായിരിക്കണം. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ 3 അതിലധികമോ തവണ SHI അല്ലെങ്കിൽ ഖാദിമുൽ ഹുജ്ജാജ് ആയിരുന്നവർക്ക് അപേക്ഷിക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. മുൻകാലങ്ങളിൽ ഖാദിമുൽ ഹുജ്ജാജ് അല്ലെങ്കിൽ SHI അല്ലെങ്കിൽ KSAയിലെ ഡെപ്യൂട്ടേഷനിസ്റ്റ് എന്ന നിലയിൽ ഹജ്ജ് ഡ്യൂട്ടിയിൽ ആയിരിക്കുമ്പോൾ CGI ജിദ്ദ, ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റികൾ എന്നിവിടങ്ങളിൽ നിന്ന് പ്രതികൂല പരാമർശം ലഭിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. 135 തീർത്ഥാടകർക്ക് ഒരു SHI എന്ന അനുപാതത്തിൽ ഏകദേശം 908 SHIമാരെ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശം തിരിച്ചുള്ള SHI വിഹിതം അതാത് സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്ത് നിന്ന് ഹജ്ജിന് പോകുന്ന തീർത്ഥാടകരുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കും. കഴിഞ്ഞ 5 ഹജ്ജ് സീസണുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച SHI അല്ലെങ്കിൽ ഹജ്ജ് ഡെപ്യൂട്ടേഷനിസ്റ്റുകൾക്ക് 25% സീറ്റുകൾ സംവരണം ചെയ്യും. കൂടാതെ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഹജ്ജ് നിർവഹിച്ച ഉദ്യോഗാർത്ഥികൾക്ക് 20% സീറ്റുകൾ സംവരണം ചെയ്യും. അതുപോലെ സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര ഭരണ പ്രദേശ ഹജ്ജ് കമ്മിറ്റികളിലെയും വഖഫ് ബോർഡുകളിലെയും സ്ഥിരം ജീവനക്കാർക്ക് യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് വിധേയമായി 5% സീറ്റുകൾ സംവരണം ചെയ്യും. 50% സീറ്റുകൾ മറ്റു എല്ലാ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടി തുറന്നിരിക്കും. മെഹ്റം ഇല്ലാത്ത വനിത അല്ലെങ്കിൽ LWM വിഭാഗത്തിലെ തീർത്ഥാടകരെ വനിതാ SHIമാർക്ക് മാത്രമേ അനുവദിക്കാനാവൂ എന്നതിനാൽ അതിനനുസരിച്ചുള്ള SHI സീറ്റുകൾ യോഗ്യരായ വനിതാ ഉദ്യോഗാർത്ഥികൾക്കായി സംവരണം ചെയ്യും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യോഗ്യതകളെല്ലാം പരിശോധിച്ച ശേഷം
ഹജ്ജ് കമ്മിറ്റിയുടെ hajjcommittee.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കുകയും ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഓഫ്ലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. ഉദ്യോഗാർത്ഥികൾ തൊഴിലുടമകൾ അല്ലെങ്കിൽ അവരുടെ അധികാരികളിൽ നിന്നുള്ള NOC അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപേക്ഷാ സമയത്ത് NOC ലഭ്യമായില്ലെങ്കിൽ ഇൻ്റർവ്യൂ സമയത്ത് അവ ഹാജരാക്കാമെന്ന സമ്മതപത്രം നൽകേണ്ടതാണ്. 170 മാർക്കിനുള്ള CBT അഥവാ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ, 30 മാർക്കിനുള്ള ഇൻ്റർവ്യൂ എന്നിവയിൽ നിന്നുള്ള സംയുക്ത സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് അനുസരിച്ചായിരിക്കും തിരഞ്ഞെടുപ്പ്. എന്നിരുന്നാലും യോഗ്യത നേടുന്നതിന് ഉദ്യോഗാർത്ഥികൾ CBTയിലും ഇൻ്റർവ്യൂവിലും പ്രത്യേകം 50% മാർക്ക് നേടിയിരിക്കണം. കൂടാതെ CBT യോഗ്യത നേടിയ എല്ലാ ഉദ്യോഗാർത്ഥികളും മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിന് വിധേയരാവുകയും അതിൽ വിജയിക്കുകയും വേണം. SHIമാർക്ക് നൽകിയ ചുമതലകൾ അവഗണിക്കുന്നതായി കണ്ടാൽ അവരെ ഒഴിവാക്കി വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നും പുതിയ SHIമാരെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. ഇനി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനും മറ്റുമുള്ള സമയക്രമം എങ്ങനെയാണ് എന്ന് നോക്കാം. ഓൺലൈൻ അപേക്ഷ ആരംഭിക്കുന്നത് 13/8/2026 ഓൺലൈൻ അപേക്ഷ അവസാനിക്കുന്ന തീയതി 27/8/2026. കമ്പ്യൂട്ടർ അധിഷ്ഠിത ടെസ്റ്റ് അഥവാ CBT 6/9/2026 ആയിരിക്കും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കുള്ള ഇൻ്റർവ്യൂവും മെഡിക്കൽ ഫിറ്റ്നസും സെപ്റ്റംബർ 8 മുതൽ 16 വരെ ആയിരിക്കും നടക്കുന്നത്. മുംബൈയിൽ 2 ദിവസത്തെ പരിശീലനം നടക്കുന്നത് മിക്കവാറും ഒക്ടോബർ 2ാം വാരം ആയിരിക്കും. സൗദി അറേബ്യയിലേക്കുള്ള ഡെപ്യൂട്ടേഷൻ കാലാവധി ഏകദേശം 3/4/2027 മുതൽ 25/6/2027 വരെ ആയിരിക്കും. SHIമാരുടെ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ എന്നിവ എന്തെല്ലാം ആണ് എന്ന് നോക്കാം. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടികളിൽ പങ്കെടുക്കുന്നത് നിർബന്ധമാണ്. അതിൽ ഹാജരാകാതിരുന്നാൽ അവരുടെ അനുമതി റദ്ദാക്കപ്പെടുന്നതാണ്. സൗദി അറേബ്യ പ്രഖ്യാപിക്കുന്ന ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള വാക്സിൻ അപേക്ഷകൻ എടുത്തിരിക്കണം. SHIമാർ യാത്ര പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും അവരുടെ തീർത്ഥാടകരോടൊപ്പം യാത്ര ചെയ്തിരിക്കണം. അല്ലാതെ അവർക്ക് പ്രത്യേക യാത്ര അനുവദിക്കുന്നതല്ല. ഹജ്ജ് വേളകളിൽ SHIമാർക്ക് അവരുടെ കുടുംബാംഗങ്ങളെ കൂടെ കൊണ്ടുപോകാൻ അനുവാദം ലഭിക്കുന്നതല്ല. SHIമാർ സൗദി അറേബ്യയിലെ താമസത്തിനിടയിലും യാത്രയിലും ഉടനീളം തീർത്ഥാടകരെ സഹായിക്കുകയും അവർക്ക് വഴികാട്ടുകയും ചെയ്യണം. ഹജ്ജ് ലോജിസ്റ്റിക്കിനെ കുറിച്ച് അറിവ് പുതുക്കുകയും എംബാർക്കേഷൻ പോയിന്റുകളിൽ ലഭ്യമായിരിക്കുകയും വേണം. കൂടാതെ തങ്ങൾക്ക് അനുവദിച്ച തീർത്ഥാടകരുമായി ബന്ധം പുലർത്തുകയും വിവരങ്ങൾ അവരുടെ രജിസ്റ്ററിലും ഹജ്ജ് സുവിധ ആപ്പിലും രേഖപ്പെടുത്തുകയും വേണം. SHIമാർ പൂർണ്ണ പ്രതിബദ്ധതയോടെ ചുമതലകൾ നിർവഹിക്കണം. മോശമായി പെരുമാറുന്നവർ, തീർത്ഥാടകരെ ഉപേക്ഷിക്കുന്നവർ, മൊബൈൽ ഓഫ് ചെയ്യുന്നവർ അല്ലെങ്കിൽ പ്രതികൂല ഫീഡ്ബാക്ക് ലഭിക്കുന്നവർ എന്നിവരെ ഉടൻ തിരിച്ച് വിളിക്കുകയും നാട്ടിലേക്ക് അയക്കുകയും ചെയ്യും. അത്തരക്കാരെ ഭാവിയിലെ ഹജ്ജ് ഡ്യൂട്ടികളിൽ നിന്ന് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും അച്ചടക്ക നടപടിക്കായി അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുകയും ചെയ്യും. 2027 ഹജ്ജ് കർമ്മത്തിന് സംസ്ഥാന ഹജ്ജ് ഇൻസ്പെക്ടർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വിവരണം മാത്രമാണ് ഞാനിവിടെ നൽകിയത്. അപേക്ഷിക്കാൻ യോഗ്യരായവർ ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നിന്ന് ഹജ്ജ് 2027 എന്ന ലിങ്കിൽ സർക്കുലർ നമ്പർ 7 ഓപ്പൺ ചെയ്ത് വിശദമായി കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം അപേക്ഷിക്കാൻ ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ സംശയങ്ങൾ ഉള്ളവർക്ക് ഹജ്ജ് കമ്മിറ്റി ഉദ്യോഗസ്ഥന്മാരുമായോ അല്ലെങ്കിൽ ട്രെയിനർമാരുമായോ ബന്ധപ്പെട്ട് സംശയങ്ങൾ തീർക്കാവുന്നതാണ്. ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സ്വീകരിക്കപ്പെടുന്ന രീതിയിൽ മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.